നമസ്കാരം. ജനസേന പാർട്ടിയുടെ നേതാവായ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ജനസേനയ്ക്ക് 5 ക്യാബിനറ്റ് പദവികൾ കൂടി പവൻ കല്യാൺ ആവശ്യപ്പെടുന്നുണ്ട്. 164 നിയമസഭാ അംഗങ്ങളുള്ള ആന്ധ്രയിൽ TDP 135 സീറ്റുകളും ജനസേന 21 സീറ്റുകളും BJP 8 സീറ്റുകളുമാണ് സ്വന്തമാക്കിയത്. ജൂൺ 17-ാം തീയതി MLA-മാരുടെ സത്യപ്രതിജ്ഞയോടെയാണ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. സ്പീക്കറെ അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുത്തേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. നിലവിൽ സംസ്ഥാന ക്യാബിനറ്റിൽ 25 സീറ്റ് TDPക്കും 5 സീറ്റും ഉപമുഖ്യമന്ത്രി പദവും ജനസേന പാർട്ടിക്കും 2 സീറ്റ് BJPക്കും എന്നതാണ് നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു ഫോർമുല. ആന്ധ്രാപ്രദേശിലെ പീതപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി പവൻ കല്യാൺ നിയമസഭയിലേക്ക് എത്തുന്നത്. പവൻ കല്യാണിനെ ഉപമുഖ്യമന്ത്രിയാക്കിയാൽ നായിഡുവിനും മേലെ അദ്ദേഹം വളരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ ചിന്തിച്ച ശേഷം മാത്രമേ നായിഡുവിന്റെ ഭാഗത്ത് നിന്നും TDPയുടെ ഭാഗത്ത് നിന്നും ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. NDA സഖ്യത്തിലേക്ക് TDPയെ തിരികെ കൊണ്ടുവരുന്നതിൽ അണിയറയിൽ ചരട് വലിച്ചത് പവൻ കല്യാൺ തന്നെയായിരുന്നു. ആന്ധ്രയിൽ 1% പോലും വോട്ട് വിഹിതമില്ല BJPക്ക്. അതേസമയം ജനസേന പാർട്ടിയിലൂടെ BJPക്ക് സംസ്ഥാനത്ത് വളരാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ജനസേന പാർട്ടിയും ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് BJPയുടെ B ടീം എന്നുള്ള ഒരു ലേബൽ ഇതിനോടകം തന്നെ ജനസേന പാർട്ടിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ജനസേനയ്ക്കൊപ്പം നിന്ന് മാത്രമേ സംസ്ഥാനത്ത് കുറച്ചു കാലത്തേക്കെങ്കിലും BJPക്ക് വളർച്ച സാധ്യമാവുകയുള്ളൂ. നായിഡുവിനുള്ള എതിരാളിയെ സ്വന്തം പാളയത്തിൽ തന്നെ മോദിയും കൂട്ടരും വളർത്തിയെടുക്കുകയാണ് എന്ന് വേണമെങ്കിലും പറയാം. ന്യൂസ് ഡെസ്ക് സിനിമയാണ്.